നമസ്കാരം. 10ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു സ്പീച്ചാണ്. ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ എന്നുള്ള സ്പീച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. അതിന് മുമ്പ് വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആക്ടിവിറ്റീസ് ആയിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മക്കളെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോക്കൂ മക്കളെ, പേജ് നമ്പർ 29 ആദ്യം തന്നെ തന്നിട്ടുണ്ട്. ലെറ്റ് us റീഡ് ആൻഡ് എൻജോയ്. അപ്പോൾ അവിടെ തൊട്ട് നമുക്ക് നോക്കി തുടങ്ങാം. എന്താണ്? വെൻ വില്യം ഷേക്സ്പിയർസ് വെൽ നോൺ ഹിസ്റ്ററി പ്ലേ ജൂലിയസ് സീസർ ഓപ്പൺസ്, സീസർ ഈസ് വൺ ഓഫ് ദി ട്രയംവേഴ്സ് ഹു റൂൾഡ് റോം. He is assassinated in the capital by a band of conspirators led by his bosom friend Brutus. അത്രയും നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടുന്നത് ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. ഇത് എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചരിത്ര നാടകമായിട്ടുള്ള ജൂലിയസ് സീസറിലെ സീസർ എന്ന ക്യാരക്ടറിനെ ആസ്പദമാക്കിയുള്ളത് തന്നെയാണ്. കേട്ടല്ലോ. ഈ ജൂലിയസ് സീസർ എന്ന് പറയുന്ന വ്യക്തി മരിക്കുകയും അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുകയും അതിനുശേഷം നടക്കുന്ന അവിടുത്തെ ചില സാഹചര്യങ്ങൾ ആണ് നമ്മൾ ഇനി നോക്കുന്നത്. അതെല്ലാം ഈ ഒരു ഈ ഒരു സ്പീച്ചിൻ്റെ ഇടയിൽ കൂടെ അതുപോലെ നിങ്ങൾക്ക് ലെറ്റ് us റീഡ് ആൻഡ് എൻജോയിലായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ, ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു സ്പീച്ച് പറയുന്നത് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഷേക്സ്പീരിയൻ ആയിട്ടുള്ള വർക്കാണ്. ഷേക്സ്പീരിയൻ ഹിസ്റ്റോറിക്കൽ പ്ലേ ആയിട്ടുള്ള ജൂലിയസ് സീസറിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. നോക്കൂ, വെൻ വില്യം ഷേക്സ്പിയർസ് വെൽ നോൺ ഹിസ്റ്ററി പ്ലേ, വില്യം ഷേക്സ്പിയറിൻ്റെ വെൽ നോൺ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേ ആണ് എന്ത്? ജൂലിയസ് സീസർ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ സീസർ ഈസ് വൺ ഓഫ് ദി ട്രയംവേഴ്സ് ഹു റൂൾഡ് റോം. സീസർ എന്ന് പറഞ്ഞത് റോമിലെ രാജാവാണോ? അല്ല. ആരാണ് അദ്ദേഹം? ട്രയംവേഴ്സ് ആണ്. 3 പേർ ആരാണെന്ന് നോക്കൂ. ജൂലിയസ് സീസറും പോംപെയും ക്രാഷ്യസും. ഇവർ 3 പേരും ചേർന്നാണ് റോമിലെ ഭരണം നടത്തുന്നത്. ഇതിൽ 3 പേര്, അതുവരെയാണ് ട്രയംവേഴ്സ് എന്ന് പറയുന്നത്. ഇവരിൽ 3 പേരിൽ ഒരാളാണ് ആര്? സീസർ എന്ന് പറയുന്ന വ്യക്തി. He is assassinated in the Capitol by a band of conspirators led by his bosom friend Brutus. അദ്ദേഹത്തെ എന്ത് ചെയ്യപ്പെടുന്നു? അസാസിനേറ്റഡ്, കൊല ചെയ്യപ്പെടുന്നു. അദ്ദേഹം ആരാൽ കൊല ചെയ്യപ്പെടുന്നു എന്ന് നോക്കൂ മക്കളെ. എവിടെ വെച്ച് കൊല ചെയ്യപ്പെടുന്നു? ഇൻ ദ ക്യാപിറ്റോൾ ബൈ എ ബാൻഡ് ഓഫ് കോൺസ്പിറേറ്റേഴ്സ്. ക്യാപിറ്റൽ അധികാര കേന്ദ്രം അല്ലെങ്കിൽ പാർലമെൻ്റ് ആണ് കേട്ടോ. അതായത് തലസ്ഥാനം എന്നുള്ള അർത്ഥമല്ല, പാർലമെൻറ്റ് അല്ലെങ്കിൽ അധികാര കേന്ദ്രം എന്നുള്ള അർത്ഥമാണ്. അവിടെ വെച്ച് ആരാൽ? ഒരു ബാൻഡ് ഓഫ് കോൺസ്പിറേറ്റേഴ്സ് ലെഡ് ബൈ ബോസം ഫ്രണ്ട് ബ്രൂട്ടസ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബാല്യകാലം തൊട്ടുള്ള സുഹൃത്തായ ബ്രൂട്ടസും അനുയായികളും ചേർന്നാണ് അദ്ദേഹത്തെ വധിക്കുന്നത്. ആഫ്റ്റർ ദിസ്, ഇതിനുശേഷം ബ്രൂട്ടസ് എക്സ്പ്ലെയിൻസ് ദ റീസൺസ് ഫോർ ദ ആക്ട് ഇൻ എ ഷോർട്ട് ബട്ട് എഫക്റ്റീവ് സ്പീച്ച് ദാറ്റ് അപ്പിയേഴ്സ് ടു കൺവിൻസ് ദ റോമൻ സിറ്റിസൺസ്. അപ്പോൾ മക്കളെ, പാർലമെൻറ്റിൽ വെച്ചാണ് കൊല ചെയ്യപ്പെടുന്നത് അല്ലേ? ആരും അറിയാതെ അല്ല കൊല ചെയ്തത്. അപ്പോൾ കൊല ചെയ്യപ്പെട്ട വ്യക്തിയെ പറ്റിയിട്ട് എന്തെങ്കിലും മോശപ്പെട്ട ആരോപണങ്ങൾ പറയണമല്ലോ. ഞാൻ അദ്ദേഹത്തെ കൊന്നത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ് തെളിയിക്കേണ്ട ഒരു കടമ കൊല ചെയ്തവനുണ്ടല്ലോ. അതായത് അവൻ ആൾ ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ കൊന്നത് എന്ന് പറയണമല്ലോ. അങ്ങനെ ഒരു സംഭവം അവിടെ അരങ്ങേറി. കൊന്നതിന് ശേഷം വന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കൊന്നത് എന്നത് ഒരു ചെറിയൊരു സ്പീച്ച് പോലെ ഇദ്ദേഹം അങ്ങ് പറഞ്ഞ് എല്ലാവരെയും, ആ റോമൻ സിറ്റിസൺസിനെ കൺവിൻസ് ചെയ്തങ്ങ് വയ്ക്കും. അതിൻ്റെ മറുപടി പ്രസംഗമാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മാർക്ക് ആൻ്റണി, സീസേഴ്സ് ഫ്രണ്ട്. ഇനി സീസറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള മാർക്ക് ആൻ്റണി സീക്സ് ബ്രൂട്ടസ് പെർമിഷൻ ടു റെൻഡർ എ ഫ്യൂണറൽ ഇയോളജി അല്ലെങ്കിൽ സ്പീച്ച് ടു സീസർ. ഇവിടെ ഈ സീസറിൻ്റെ സുഹൃത്തായിട്ടുള്ള മാർക്ക് ആൻ്റണിക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അവിടെ ഫ്യൂണറൽ ഇയോളജി, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യുന്ന സമയത്ത് ഒരു ഇയോളജി, ഒരു സ്പീച്ച് ഞാനത് നടത്തിക്കോട്ടെ എന്ന് ബ്രൂട്ടസിൽ നിന്ന് അനുവാദം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ആര്? മാർക്ക് ആൻ്റണി. ആരാണ് അദ്ദേഹം? സീസറിൻ്റെ ബാല്യകാല സുഹൃത്ത് അല്ലെങ്കിൽ സുഹൃത്താണ് മാർക്ക് ആൻ്റണി. സീസറിൻ്റെ ഒരു സുഹൃത്താണ് മാർക്ക് ആൻ്റണി. അദ്ദേഹമാണ് അനുവാദമൊക്കെ വാങ്ങിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രൂട്ടസ് എന്ത് ചെയ്യുന്നു?
ഓഫ് കോഴ്സ് സമ്മതം കൊടുത്തു, സംസാരിച്ചോളൂ. ആൻ്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ എക്സ്പേർട്ട്ലി മാനിപ്പുലേറ്റ്സ് ദ ഇമോഷൻസ് ഓഫ് ദി ക്രൗഡ്. അപ്പം ആൻ്റണി സീസറിൻ്റെ ഫ്രണ്ടാണെന്നുള്ളത് മറക്കരുത്. ബ്രൂട്ടസും ഫ്രണ്ടായിരുന്നു, പക്ഷേ ബ്രൂട്ടസ് ചെയ്ത കാര്യമല്ല ഇവിടെ ആൻ്റണി ചെയ്യാനായിട്ട് പോകുന്നത്. ബ്രൂട്ടസ് അദ്ദേഹത്തെ കൊല്ലുന്നു, സീസറിനെ കൊല്ലുന്നു. എന്നിട്ട് കുറേ ന്യായീകരണങ്ങൾ, എന്തുകൊണ്ട് കൊന്നു എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് ആളുകളെ കൺവിൻസ് ചെയ്തങ്ങ് വയ്ക്കും. ഇവിടെ യഥാർത്ഥ സുഹൃത്താണ് ആൻ്റണി. അദ്ദേഹം വന്നു നിന്ന് ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് ബ്രൂട്ടസിൻ്റെ തന്നെ അനുവാദം വാങ്ങി വന്നിരിക്കുന്ന എന്തിനാണ്? ജനങ്ങളെ ബ്രൂട്ടസിനെതിരെ തിരിക്കാൻ വേണ്ടി തന്നെയാണ്. സീസറിൻ്റെ നല്ല വശങ്ങളെ പറ്റി പറഞ്ഞ് അദ്ദേഹം എത്ര മാന്യനായിരുന്നു എന്നും നല്ലവനായിരുന്നു എന്നും സീസറിനെ പറ്റി പുകഴ്ത്തി സംസാരിക്കുകയാണ് ഇവിടെ ആര്? മാർക്ക് ആൻ്റണി. പക്ഷേ പുകഴ്ത്തി പറയുകയാണ് എന്നുള്ള രീതിയിലല്ല, അദ്ദേഹത്തിൻ്റെ സംസാരം ഒരു ഐറോണിക്കൽ രീതിയിലാണ് പറയുന്നത്. അതായത് വേറെ രീതിയിൽ പറഞ്ഞ് എന്നാൽ പറയേണ്ട കാര്യങ്ങൾ കൊള്ളിക്കേണ്ടടുത്ത് കൃത്യമായിട്ട് കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്യും? ബ്രൂട്ടസ് നല്ലവനായിരുന്നല്ല, സീസർ നല്ലവനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കയ്യിലെടുക്കും. അപ്പോൾ ആളുകൾ ആർക്കെതിരെ തിരിയും? സീസറിനെ കൊന്ന ആൾക്കെതിരെ, അല്ലെങ്കിൽ ബ്രൂട്ടസിനും അനുയായികൾക്കുമെതിരെ ആ ക്രൗഡ് അല്ലെങ്കിൽ റോമൻസ് തിരിയും. അതാണ് ശരിക്കും ആൻ്റണിയുടെ ഉദ്ദേശം ഇവിടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മാസ്റ്റർഫുൾ ഒറേഷൻ, വളരെ വിദഗ്ധമായ രീതിയിലുള്ള പ്രഭാഷണം, ജനങ്ങളെ എന്ത് ചെയ്തു, അദ്ദേഹം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു, കാര്യങ്ങൾ എങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്തു, ഇമോഷൻസ് ഓഫ് ദി ക്രൗഡിൻ്റെ ഇമോഷൻസിനെ കയ്യിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. He persuades them to believe that Brutus and the conspirators had selfish motives. മനസ്സിലായോ? ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിനോടുകൂടി ഇദ്ദേഹം ജനങ്ങളെ അങ്ങ് കയ്യിലെടുക്കുകയാണ് ചെയ്തത്, അല്ലേ? മാനിപ്പുലേറ്റ് ചെയ്തെടുത്തു അദ്ദേഹം. എന്നിട്ട് എന്ത് പറയുന്നു? ബ്രൂട്ടസും കോൺസ്പിറേറ്റേഴ്സും ഹാഡ് സെൽഫിഷ് മോട്ടീവ്സ്, അവർക്ക് എന്തോ സെൽഫിഷ് ആയിട്ടുള്ള മോട്ടീവ് ഉണ്ട് എന്ന് പറയുന്നു. ആൻഡ് ദ ക്രൗഡ് വോണ്ട്സ് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. അപ്പം അതായത് ഈ കൊന്നവൻ എന്തോ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് കൊന്നത്. ആ കൊല്ലപ്പെട്ടവൻ അല്ലെങ്കിൽ മരണപ്പെട്ടവൻ നല്ലവനായിരുന്നു എന്ന് ആൾക്കാരുടെ മുന്നിൽ അറിയിക്കുന്നു. അതിനു മുമ്പ് വരെ ആൾക്കാർക്ക് അറിയാം സീസർ നല്ലവനായിരുന്നു എന്ന്. പക്ഷേ കൊന്നതിന് ശേഷം വന്ന് സീസറിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു മോശക്കാരൻ എന്നുള്ളൊരു ഇമേജ് ആൾക്കാരുടെ മുന്നിൽ കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചിരുന്നു? ബ്രൂട്ടസിന് സാധിച്ചു. പക്ഷേ ആൻ്റണിയുടെ സ്പീച്ചോടുകൂടി വീണ്ടും ആ നല്ല ഇമേജ് തന്നെ സീസർക്ക് ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ എന്തോ ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് സീസറിനെ ബ്രൂട്ടസ് കൊന്നത് എന്ന് അദ്ദേഹം ഇവിടെ വരുത്തി തീർക്കുന്നുണ്ട്. അങ്ങനെയായപ്പോൾ ക്രൗഡിന് എന്ത് ചെയ്യാൻ തോന്നി? അവെഞ്ച് ചെയ്യണം, പ്രതികാരം ചെയ്യണം, സീസറിൻ്റെ മർഡറിന് പ്രതികാരം ചെയ്യണമെന്ന് ആ ക്രൗഡിന് തന്നെ തോന്നി. ഹിയർ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ആൻ്റണീസ് ഒറേഷൻ. ആൻ്റണിയുടെ പ്രഭാഷണത്തിൻ്റെ കുറച്ച് ഭാഗമാണ് നിങ്ങൾക്കിവിടെ തന്നിട്ടുള്ളത്. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സ്പീച്ച് ഡ്യൂറിങ് വിച്ച് ദ മോബ് ഹാവ് ബിഗൺ ടു ചേഞ്ച് ദിയർ മൈൻഡ്സ്. അപ്പോൾ സ്പീച്ചിൻ്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇവിടം തൊട്ടാണ് ആളുകൾക്ക് അവരുടെ മനസ്സ് മാറി ബ്രൂട്ടസ് ചെയ്ത് തെറ്റാണെന്നും സീസർ നല്ലവനാണ് എന്നുമുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ ആണേ? ഇനി ഷേക്സ്പിയറിനെ പറ്റി പറയണോ? ഷേക്സ്പിയറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്തായാലും ഒന്ന് പറയാം. എന്താണ്? അബൌട്ട് ദി ഓതർ. ആരാണ്? വില്യം ഷേക്സ്പിയർ. ഷേക്സ്പിയർ ആരാണ്? ലെജൻഡാണല്ലേ. ജനിച്ചതും മരിച്ചതും പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 1564 to 1616 എല്ലാവരും പഠിച്ചു വയ്ക്കണം. ഏത് സ്ഥലത്താണ് ജനിച്ചത്? സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ. അതുകൊണ്ട് തന്നെ ഏവണിലെ ആരാണ്? ബാർഡ് ഓഫ് ഏവൺ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. സ്ഥലപ്പേരാണ് അത് കേട്ടോ. ഹി വാസ് എ പോയറ്റ്. ആരൊക്കെ ആയിരുന്നു? പോയറ്റായിരുന്നു, പ്ലേ റൈറ്റ് ആയിരുന്നു, ആക്ടർ ആയിരുന്നു, ആൻഡ് ബാർഡ് ഓഫ് ഏവൺ എന്ന് അറിയപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ട്സ് നാഷണൽ പോയിറ്റ് ആയിരുന്നു. ഹിസ് എക്സലൻറ്റ് വർക്ക്സ് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല, അതല്ല പറഞ്ഞ് തീർക്കാൻ പറ്റില്ല, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും. എത്ര പ്ലേസ്, എത്ര നാടകങ്ങൾ? 38 നാടകം, 154 സോണറ്റ്സ് ഉണ്ടായിരുന്നു, 3 ലോങ് നെറേറ്റീവ് പോയംസും ഉണ്ടായിരുന്നു. ഹീസ് ബെസ്റ്റ് നോൺ ഫോർ ഗ്രേറ്റ് ട്രാജഡീസ്. അദ്ദേഹത്തിൻ്റെ 4 ഗ്രേറ്റ് ട്രാജഡീസ് ഏതൊക്കെയാണ്? ഹാംലെറ്റ്, ഒതെല്ലോ, കിങ് ലിയർ ആൻഡ് മാക്ബത്ത്. അദ്ദേഹത്തിൻ്റെ 4 ട്രാജഡീസ്, ഇതിലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്ക്സും സൂപ്പർബ് തന്നെയായിരുന്നു. ടെമ്പസ്റ്റ് ഒന്നും ട്രാജഡിയിൽ പെടില്ല, എങ്കിൽ പോലും ടെമ്പസ്റ്റൊക്കെ ഒന്ന് വായിക്കണം, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഷേക്സ്പിയറിൻ്റെ വർക്ക് എന്തായാലും പഠിക്കാനുണ്ടാവും. അപ്പോൾ നോക്കൂ മക്കളെ, ഫ്രഞ്ച് റോമൻസ് കൺട്രിമെൻ ആരെഴുതിയത്? വില്യം ഷേക്സ്പിയർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ വന്ന് നിന്ന് വിളിക്കുകയാണ്. ആരെ അഭിസംബോധന ചെയ്യാണ്. നമ്മൾ സ്പീച്ച് തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ വന്നിന്ന് പറയുമല്ലോ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, മൈ ഡിയർ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമല്ലോ. അതുപോലെ എന്താണ് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ ഇവിടെ ഉള്ള ആൾക്കാരെയും സഭയിലിരിക്കുന്നവരെയും ഒക്കെ ക്ഷണിച്ചിട്ട് എല്ലാവരെയും വിളിക്കുന്നു, അഭിസംബോധന ചെയ്യുന്നു. എന്നിട്ട് എന്ത് പറയുന്നു? ലെൻഡ് മീ യുവർ ഇയേഴ്സ്, നിങ്ങളുടെ കാതുകൾ എനിക്കൊന്ന് കടം തരിക. മീൻസ് ജസ്റ്റ് യു ലിസൺ ടു മീ, എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കുക. ഐ കം ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം. ഞാൻ അദ്ദേഹത്തെ പൊക്കി പറയാൻ വന്നതല്ല, ഞാനിവിടെ വന്നത് എന്തിനാണ്? സീസറിനെ ബറി ചെയ്യാനാണ്, അടക്കം ചെയ്യാനാണ് ഞാനിവിടെ വന്നത്, അല്ലാതെ സീസറിനെ പൊക്കി പറയാനായിട്ടൊന്നുമല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ദ ഇവിൾ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം. മനുഷ്യന്മാർ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവരുടെ മരണശേഷവും അവർ ജീവിക്കും, അല്ലേ? ഒരു കള്ളൻ, അവൻ മരിച്ചാലും അവൻ കള്ളൻ തന്നെയാണ്. എന്തെങ്കിലും നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മരണശേഷവും ആൾക്കാർ പാടി നടക്കും. ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇൻറ്റേർഡ് വിത്ത് ദെയർ ബോൺസ്. പക്ഷേ അവരുടെ നല്ല വശങ്ങൾ അവരോടൊപ്പം തന്നെ, അവരുടെ ബോൺസ് അല്ലെങ്കിൽ അവരുടെ അസ്ഥിയോടൊപ്പം മണ്ണിൽ അലിഞ്ഞ് അങ്ങ് ചേരും, ആ ഒരു ഗ്രേവിൽ അലിഞ്ഞ് ചേരും. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. അതുപോലെ തന്നെയാണ് ഇവിടെ സീസറിനും സംഭവിച്ചത്. സീസറിൻ്റെ നല്ല വശങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചേരാനായിട്ട് പോകുന്നു, മണ്ണിൽ ചേരാനായിട്ട് പോകുന്നു. ദ നോബിൾ ബ്രൂട്ടസ്, മഹാനായ ബ്രൂട്ടസ്, ഹാത്ത് ടോൾഡ് യു, ഹാത്ത് മീൻസ് ഹാസ് എന്നുള്ള അർത്ഥം മതി കേട്ടോ. ഹാത്ത് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്. ഈ നോബിളായിട്ടുള്ള മഹാനായിട്ടുള്ള ബ്രൂട്ടസ് ഇവിടെ പറഞ്ഞു എന്ത്? സീസർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാഗ്രഹമുള്ള, അതിമോഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇവിടെ സീസർ എന്ന് ആര് പറഞ്ഞു? മഹാനായ ബ്രൂട്ടസ് ഇവിടെ പറഞ്ഞു. ഇഫ് ഇറ്റ് വെയർ സോ ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫോൾട്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ വലിയൊരു തെറ്റാണ്, ദാരുണമായ ഒരു തെറ്റാണ്, അങ്ങേയറ്റം സങ്കടകരമായ ഒരു തെറ്റാണ് അവിടെ പറഞ്ഞത്. ആൻഡ് ഗ്രീവിയസ്ലി ഹാഡ് സീസർ ആൻസേർഡ് ഇറ്റ്. ആൻഡ് സീസർ ഹാസ് ഓൾറെഡി ആൻസേർഡ് ഇറ്റ്. ദുഃഖകരമായ അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് തന്നെ അദ്ദേഹം അതിന് ആൻസർ, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും ഈ മരണത്തോടു കൂടിയും അദ്ദേഹം ആൻസർ പറഞ്ഞു കഴിഞ്ഞതാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അദ്ദേഹം അംബീഷ്യസ് അല്ല എന്നുള്ള കാര്യത്തിന്. അപ്പോൾ ഇതൊരു തെറ്റാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത്. മഹാനായ, കളിയാക്കി പറയുകയാണ്, നെഗറ്റീവ് സെൻസിലാണ് മക്കളെ ഇതൊക്കെ പറയുന്നത്, ഐറണിയിലൂടെ പറയുകയാണ്. എന്താണ്? മഹാനായ ബ്രൂട്ടസ് ഇവിടെ പറഞ്ഞ ആ ഒരു കാര്യം തെറ്റാണ്. തൻ്റെ ജീവിതത്തിലൂടെ തന്നെ സീസർ അത് തെളിയിച്ചതും ആണ്. Here, under leave of Brutus and the rest, for Brutus is an honorable man. ഇപ്പം എന്താണ്? ഞാനിവിടെ വന്ന് സംസാരിക്കുന്നു ആരുടെ അനുവാദത്തോടു കൂടി? ബ്രൂട്ടസിൻ്റെയും അനുയായികളുടെയും, അനുയായികളുടെയും ഒക്കെ അനുവാദത്തോടു കൂടി ഞാൻ വന്ന് സംസാരിക്കുന്നു. കാരണം എന്താണ്? ബ്രൂട്ടസ് എന്ന് പറഞ്ഞാൽ വളരെ ഓണറബിൾ ആയിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള, ജനറസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട്. സോ ആർ ദേ ഓൾ ഓണറബിൾ മെൻ. ബ്രൂട്ടസിൻ്റെ കൂടെയുള്ള എല്ലാവരും അതുപോലെ തന്നെയാണ്, എല്ലാവരും ഓണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ. അപ്പം ഞാൻ ഇവരോടൊക്കെ അനുവാദം ചോദിച്ചു, ഇവരെല്ലാം അനുവാദം തന്നു. കാര്യം എന്താണ്? ഇവരെല്ലാവരും വളരെ ഓണറബിളാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ സീസറിൻ്റെ ഫ്യൂണറലിൽ വന്ന് നിന്ന് സംസാരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ബ്രൂട്ടസ് നല്ലവനാണെന്ന് പറയാനാണോ ഇവിടെ മാർക്ക് ആൻ്റണി ശ്രമിക്കുന്നത്? അല്ല, ബ്രൂട്ടസ് ഓണറബിൾ മാൻ ആണ് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് അർത്ഥത്തിലൂടെയാണ് പറയുന്നത്. സീസർ നല്ലവനാണ് എന്ന് തന്നെയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ഹീ വാസ് മൈ ഫ്രണ്ട് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. സീസർ എൻ്റെ ഫ്രണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തായിരുന്നു, എന്നോട് വിശ്വസ്തനായിരുന്നു, എൻ്റെ അടുത്ത് ഓണസ്റ്റ്, ജസ്റ്റ്, സത്യസന്ധനായിരുന്നു. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. പക്ഷേ ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം അംബീഷ്യസ് ആണ്, അത്യാഗ്രഹിയാണ്, അല്ലെങ്കിൽ ദുരാഗ്രഹിയാണ് എന്ന് പറയുന്നു. ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. പക്ഷേ ബ്രൂട്ടസ് സത്യസന്ധനായിട്ടുള്ള, വളരെ മഹാനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഹി ഹാസ് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം. അദ്ദേഹം ഒരുപാട് തടങ്കലിൽപ്പെട്ടവരെ റോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആര്? സീസർ. ഹൂസ് റാൻസംസ്, അവരുടെ റാൻസംസ്, മോചനദ്രവ്യങ്ങൾ, ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ. ഇവിടുത്തെ പൊതു ഖജനാവ് നിറച്ചിരിക്കുന്നത് അവരുടെ ഈ മോചനദ്രവ്യങ്ങൾ കൊണ്ടാണ്. ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്.
ഇതിലൂടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സീസർ അംബീഷ്യസ് ആണെന്ന്? ആ പണമെല്ലാം പൊതുഖജനാവിലാണ് അദ്ദേഹം കൊണ്ടിട്ടത്, നാടിന് വേണ്ടിയാണ് അദ്ദേഹം കൊണ്ടിട്ടത്. അദ്ദേഹം അംബീഷ്യസ് ആണെങ്കിൽ അദ്ദേഹം അങ്ങനെയാണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹം അപ്പോൾ അംബീഷ്യസ് ആണെന്ന്? നെവർ, അല്ലേ? വെൻ ദാറ്റ് ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാവ് വെപ്റ്റ്. പാവപ്പെട്ടവൻ അല്ലെങ്കിൽ നിസ്സഹായനായവൻ കരഞ്ഞിരിക്കുന്ന സമയങ്ങളിലെല്ലാം സീസറും അവനോടൊപ്പം കരഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും വെപ്റ്റ്, ക്രൈഡ് ചെയ്തിട്ടുണ്ട്. അംബീഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേർണർ സ്റ്റഫ്. സീസർ കരഞ്ഞ വ്യക്തിയാണ്, അദ്ദേഹം മറ്റുള്ളവരെ ദുഃഖത്തിൽ പങ്കുചേർന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരുത്തന് എന്ത് ചെയ്യാൻ, അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഹാർഡായിട്ടുള്ള സ്റ്റഫ്. എന്താണ് ഹാർഡ് സ്റ്റഫ്? സ്റ്റേർണർ സ്റ്റഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കട്ടിയുള്ള പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവൻ, അവനാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേർണർ സ്റ്റഫ് എന്ന് പറയുന്നത്. സീസർ കരഞ്ഞവനാണ്. കരഞ്ഞ ഒരു വ്യക്തി, മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ കരഞ്ഞ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവനെ ഉണ്ടാക്കിയിരിക്കുന്നത്, അവനെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടല്ല? സ്റ്റേർണർ സ്റ്റഫ് കൊണ്ടല്ല, കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയവനല്ല അവൻ. അവൻ്റെ മനസ്സ് അലിയുന്നതാണ്. അങ്ങനെയുള്ളവൻ മാത്രമേ കരയൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? അംബീഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേർണർ സ്റ്റഫ്. ഇത്രയും അംബീഷൻ ഉള്ള ഒരാളാണെങ്കിൽ അയാളെ എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കണം? സ്റ്റേർണർ സ്റ്റഫ് കൊണ്ടുണ്ടാക്കിയിരിക്കണം, ഹാർഡർ സബ്സ്റ്റൻസ് കൊണ്ടുണ്ടാക്കിയിരിക്കണം. അങ്ങനെ ഒരു സബ്സ്റ്റൻസ് കൊണ്ടല്ല ആരെ ഉണ്ടാക്കിയിരിക്കുന്നത്? സീസറിനെ. അതുകൊണ്ട് തന്നെ സീസർ എന്തല്ല? അംബീഷ്യസ് അല്ല. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം അംബീഷ്യസ് ആണ്. ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. എന്നാലും ബ്രൂട്ടസ് എന്താണ്? ഒരു സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണ്, ആദരണീയനായ വ്യക്തിയാണ്. You all did see that on the Lupercal I thrice presented him a kingly crown which he did thrice refuse. Was this ambition? അപ്പോൾ അദ്ദേഹം അംബീഷ്യസ് ആണ് എന്ന് പറഞ്ഞത് തെളിയിക്കാൻ രണ്ട് സാഹചര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ആ മോചനദ്രവ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? പാവപ്പെട്ടവൻ കരഞ്ഞപ്പോൾ കരഞ്ഞവനാണ്. അംബീഷൻ ആണെങ്കിൽ അവനെ എന്തുകൊണ്ടുണ്ടാക്കിയേനെ? സ്റ്റേർണർ സ്റ്റഫ് കൊണ്ടുണ്ടാക്കിയേനെ. അവിടെ രണ്ട് സാഹചര്യം പറഞ്ഞു. ഇനി മൂന്നാമത്തത് ഒരു കാര്യം പറയുകയാണ്. ലൂപ്പർകാൾ എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങാണ്. ഫെബ്രുവരി 15 അവരുടെ ദേവനായിട്ടുള്ള എന്താണ്? ലൂപ്പർകോസ് എന്ന് പറഞ്ഞ ദേവൻ. ആ ദേവനെ ഓണർ ചെയ്യുന്ന, ആദരിക്കുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി 15. അങ്ങനെ 3 പ്രാവശ്യം ഓരോ ഫെബ്രുവരി 15 മാർക്ക് ആൻ്റണി എന്ത് ചെയ്തു? അദ്ദേഹം ഇതുവരെയും രാജാവായിട്ടില്ല. അവർ 3 പേർ ചേർന്നാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3-ൽ ഒരാളായിട്ടാണ് ഇപ്പോഴും സീസർ ഉള്ളത്. താങ്കൾ രാജാവാകൂ എന്ന് പറഞ്ഞ് ആ ദിവസം 3 പ്രാവശ്യം ഈ കിരീടം അദ്ദേഹം കൊണ്ടുവന്ന് തലയിൽ അണിയിക്കാൻ നോക്കി. ഈ 3 തവണയും താങ്കൾ രാജാവാകൂ എന്ന് പറയുന്നതിനെ അദ്ദേഹം റെഫ്യൂസ് ചെയ്യുക ചെയ്തത്. എനിക്ക് വേണ്ട, ഞാനത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കാത്ത സ്ഥിതിക്ക് അദ്ദേഹം എങ്ങനെ അംബീഷ്യസ് ആകും? ഒരു അംബീഷ്യസ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, അത്യാഗ്രഹിയാണെങ്കിൽ ഉറപ്പായും രാജാവാകാൻ ആഗ്രഹിക്കും, അല്ലേ? ഇവിടെ ഓരോ പ്രാവശ്യം ഈ ഏത് ചടങ്ങാണ്? ലൂപ്പർകാൾ എന്ന് പറഞ്ഞ ചടങ്ങിൽ കൊണ്ടുവന്ന് താങ്കൾ കിരീടം അണിയൂ എന്ന് പറയുമ്പോഴെല്ലാം വേണ്ട, എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെ അംബീഷ്യസ് ആകും എന്നാണ് ചോദിക്കുന്നത്. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം അംബീഷ്യസ് ആണ് എന്ന്. ആൻഡ് ഷുവർ ഹീസ് എൻ ഓണറബിൾ മാൻ. എന്താണ്? ഉറപ്പാണ് അദ്ദേഹം എന്താണ്? ഓണറബിൾ ആണ്. ആര്? ബ്രൂട്ടസ്. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്, ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്തിനല്ല? ഡിസ്പ്രൂവ് ചെയ്യാനാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എഗെൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ കാര്യം തെറ്റ് എന്ന് സംസാരിക്കാനല്ല ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. പക്ഷേ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എനിക്കെന്തറിയാം അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ് നോട്ട് വിത്തൗട്ട് എ കോസ്. നിങ്ങളെല്ലാവരും ഒരിക്കൽ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ആരെ? സീസറിനെ. എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ടാണോ നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നത്? ഒരിക്കലുമല്ല. അദ്ദേഹം വളരെയധികം സ്നേഹിക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഇത് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ട് സ്നേഹിച്ചു, അങ്ങനെയല്ല. അദ്ദേഹം മൊത്തത്തിൽ നമ്മൾക്ക് അദ്ദേഹത്തോട് എന്ത് തോന്നും? സ്നേഹം തോന്നും. ആ രീതിയിലുള്ളൊരു വ്യക്തിത്വമായിരുന്നു ആര്? സീസർ. വാട്ട് കോസ് വിത്ത് ഹോൾസ് യു ദെൻ ടു മോൺ ഫോർ ഹിം. എന്താണ് നിങ്ങളെ വിത്ത് ഹോൾഡ് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്? എന്തിന്? അദ്ദേഹത്തിന് വേണ്ടി മോൺ ചെയ്യാൻ, വിലപിക്കാൻ, അദ്ദേഹം മരിച്ചപ്പോൾ കരയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്താണ് നിങ്ങളെ അവിടെ വിത്ത് ഹോൾഡ് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത് കരയുന്നതിൽ നിന്നും?
O judgment, thou art fell to brutish beast, and men have lost their reason. Bear with me. എന്താ പറയുന്നത്? ഓ ജഡ്ജ്മെൻറ്റ്, ഓ എന്ത് സംഭവിച്ചു നിങ്ങളുടെ ആ ഒരു നീതിബോധത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ വിസ്ഡത്തിന് എന്താണ് സംഭവിച്ചത്? Thou art fell to brutish beasts. You are fled to brutish beasts. ക്രൂവലായിട്ടുള്ള ആനിമൽസിൻ്റെ നേർക്കാണ് നിങ്ങൾ വീണു പോയത്. അവരുടെ വാക്കുകളിൽ നിങ്ങൾ വീണു. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങളുടെ വിസ്ഡം എങ്ങോട്ടേക്ക് പോയി? ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ. ആൾക്കാർക്ക് അവരുടെ റീസൺ, പവർ ഓഫ് ഐഡൻറ്റിഫൈയിങ് സംതിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിപരമായി ചിന്തിക്കാൻ, നമ്മുടെ യുക്തിചിന്ത അല്ലേ, അത് തന്നെയാണ് അവിടെ കറക്റ്റ്. യുക്തിചിന്ത, കറക്റ്റ് എന്താണ് തെറ്റെന്താണ് എന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കഴിവ് എന്ത് ചെയ്തു? ലോസ്റ്റ് ചെയ്തു. ഇവിടെ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോയി. ബെയർ വിത്ത് മീ പ്ലീസ്, ഗിവ് മീ എ മൊമെൻറ്റ്. ഒരു മിനിറ്റ് നിങ്ങൾ എനിക്ക് നൽകൂ. മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദെയർ വിത്ത് സീസർ. എൻ്റെ ഹൃദയം എങ്ങോട്ടേക്ക് പോയി? നിങ്ങൾ ഒരു മിനിറ്റ് എനിക്ക് തരൂ. എൻ്റെ ഹൃദയം ദേ പോയിരിക്കുന്നു. എങ്ങോട്ട്? ആ കോഫിനിൽ, ആ ശവക്കല്ലറയിൽ, ആ ശവപ്പെട്ടിയിൽ കിടക്കുന്ന സീസറിനടുത്തേക്ക് എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സ് ദേ പോയിരിക്കുന്നു. ആൻഡ് ഐ മസ്റ്റ് പോസ് സ്റ്റിൽ ഇറ്റ് കം ബാക്ക് ടു മീ. നിങ്ങൾ ഒരു മിനിറ്റ് നിൽക്കൂ, ഞാൻ തിരികെ വരാം. എൻ്റെ മനസ്സ് ഇപ്പോൾ സീസറിനോടൊപ്പം ദേ കൊഫിനിലേക്ക് പോയി. അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കാൻ എൻ്റെ മനസ്സ് അങ്ങോട്ടേക്ക് പോയി. നിങ്ങളെ എന്താണ് അവിടെ തടയുന്നത്? അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കാൻ നിങ്ങളെ എന്താണ് തടയുന്നത്? ദാ എൻ്റെ മനസ്സ് നോക്കൂ, ദാ പോയി. എൻ്റെ മനസ്സ് ആ കൊഫിനിൽ സീസറിനോടൊപ്പമാണ്. എൻ്റെ ഹൃദയം അവിടെയാണ്. ഒരു മിനിറ്റ് ഞാൻ ഇവിടെ നിൽക്കട്ടെ. എൻ്റെ മനസ്സ് തിരികെ എൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം തിരികെ എത്തുന്നിടം വരെ, എൻ്റെ ഹാർട്ട് തിരികെ എത്തുന്നിടം വരെ ഞാൻ മൗനം പാലിക്കട്ടെ എന്നിവിടെ ആര് പറയുന്നു? മാർക്ക് ആൻ്റണി പറയുന്നു. ഇവിടെ വാട്ട് ബ്രൂട്ടസ് ഇസ് എ നബിൾ മാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? ശരിക്കും അവനതല്ല, ബ്രൂട്ടസ് അങ്ങനെയല്ല എന്ന് തന്നെയാണ് ഇവിടെ അദ്ദേഹം അർത്ഥമാക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐറണി എന്ന് പറയുന്നത് കേട്ടോ. വെർബൽ ഐറണിയിലൂടെയാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണോ ശരി അതിന് എതിർ പറയുന്നു. കണ്ടോ, ഇവിടെ നോക്കൂ. ആഫ്റ്റർ മാർക്ക് ആൻ്റണീസ് സ്പീച്ച് ദ ക്രൗഡ് ടേൺസ് അഗൈൻസ്റ്റ് ദ കോൺസ്പിറേറ്റേഴ്സ് ആൻഡ് സീക്സ് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. ദി കോൺസ്പിറേറ്റേഴ്സ് ലെഡ് ബൈ ബ്രൂട്ടസ് ആൻഡ് കാഷ്യസ് റിയലൈസ് ദ ഡേഞ്ചർ ആൻഡ് ഫ്ലീ. കണ്ടോ, മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചിന് ശേഷം ജനങ്ങൾ ആർക്കെതിരെ തിരിയുന്നു? ബ്രൂട്ടസിനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് കാഷ്യസ്, അദ്ദേഹത്തിനുമൊക്കെ എതിരെ തിരിയുന്നു. അവർക്ക് മനസ്സിലാകുന്നു അപകടമാണ്, ഇനി ജനങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിയും, അവർക്ക് ഞങ്ങളോട് പ്രതികാരം ചെയ്യുമെന്ന് മനസ്സിലായി അവരവിടെ നിന്ന് അപകടം മണക്കുന്നു. മാർക്ക് ആൻ്റണി, ഹാവിങ് സക്സസ്ഫുള്ളി മാനിപ്പുലേറ്റഡ് ദ ക്രൗഡ്, emerges as a leader gathering support from the people of Rome. ഇവിടെ മാർക്ക് ആൻ്റണി സക്സസ്ഫുള്ളായിട്ടും ആൾക്കാരെ കയ്യിലെടുത്തു അല്ലേ. ആ ഒരു ജനങ്ങളുടെ ഒരു ലീഡർ എന്നുള്ള പ്രതിനിധിയോടുകൂടി അദ്ദേഹം ഇവിടെ നിൽക്കുന്നു. ഹി അലോങ് വിത്ത് ഒക്ടേവിയസ്, ജൂലിയസ് സീസേഴ്സ് നെഫ്യൂ, ജൂലിയസ് സീസറിൻ്റെ നെഫ്യൂ ആയിട്ടുള്ള ഒക്ടേവിയസിനോടൊപ്പം ആൻഡ് അതേഴ്സ് ലീഡ്സ് ദ ബാറ്റിൽ വിച്ച് റിസൾട്ട്സ് ഇൻ ദ ഡിഫീറ്റ് ആൻഡ് ഡെത്ത് ഓഫ് ദി കോൺസ്പിറേറ്റേഴ്സ്. ആ കോൺസ്പിറേറ്റേഴ്സിനെ കൊല്ലാൻ ആരുടെ സഹായത്തോടു കൂടി? ഒക്ടേവിയസിൻ്റെ സഹായത്തോടു കൂടി നേതൃത്വം വഹിച്ചുകൊണ്ട് ജനങ്ങളെ അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഈ കോൺസ്പിറേറ്റേഴ്സിനെയൊക്കെ ആര് വധിക്കുന്നു? മാർക്ക് ആൻ്റണി വധിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ മക്കളെ, ഇവിടെ വെർബൽ ഐറണിയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ പറയുകയാണ് ഐറണി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതായിരിക്കില്ല അതിൻ്റെ അർത്ഥം, നെഗറ്റീവ് സെൻസിൽ പറയാം. അപ്പം മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം. കറുത്തിരുണ്ട് അല്ലെ ഒരു ചന്ദ്രനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു രാജാവിനെ നോക്കി പ്രജ പറഞ്ഞ് പുകഴ്ത്തുകയാണ്. മന്നവേന്ദ്ര, താങ്കളെ കണ്ടാൽ ആരെ പോലെയുണ്ട്? ആ ചന്ദ്രനെ പോലെ താങ്കളുടെ മുഖം തിളങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹത്തെ ഒരു ഐറണി, കളിയാക്കുകയാണ്, നെഗറ്റീവ് സെൻസിൽ പറയുകയാണ്. പക്ഷേ രാജാവ് അങ്ങ് പൊങ്ങും. ശരിക്കും അങ്ങനെയല്ല. ഇവിടെയും അതുപോലത്തെ സ്പീച്ചാണ് ആരുപയോഗിച്ചത്? മാർക്ക് ആൻ്റണി യൂസ് ചെയ്തത്. മനസ്സിലായോ? എന്താണോ അദ്ദേഹത്തിന് പറയാനുള്ളത് അത് അദ്ദേഹം ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞു. പക്ഷേ ലാംഗ്വേജ് നെഗറ്റീവ് സെൻസിൽ യൂസ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞതിനുള്ളിൽ ഉള്ള അർത്ഥം നെഗറ്റീവാണ്. എന്താണോ പറഞ്ഞത് അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള വാക്യപ്രയോഗമാണ് ഇവിടെ നടത്തിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു സ്പീച്ച്. ഇനി നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരെണ്ണം എന്താണ്?
മോസ്റ്റ് ഓഫ് ദി ലൈൻസ് ഇൻ ഷേക്സ്പിയർസ് പ്ലേസ് ആർ ഇൻ ബ്ലാങ്ക് വേഴ്സ്. ബ്ലാങ്ക് വേഴ്സ് ഈസ് അൺറൈംഡ് ബട്ട് മെട്രിക്കൽ. മക്കളെ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മീറ്ററുകളും കാര്യങ്ങളും ഒക്കെയാണ്. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലാണ്. ആര് യൂസ് ചെയ്ത സ്റ്റൈൽ? ഷേക്സ്പിയർ യൂസ് ചെയ്ത സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്ഡ് സിലബിൾ, അൺസ്ട്രെസ്ഡ് സിലബിൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് പറയുന്നതിനകത്ത് ഒരു റൈമില്ല. കറക്റ്റ് ഒരു റൈമിൽ കയറി ഇറങ്ങി ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ നോക്കൂ, അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്, അങ്ങനെ അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്, അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്, ഇങ്ങനെയാണ് ഓരോ സിലബിളും പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുന്ന ഒരു രീതിയിലൂടെയാണ് ഇവിടെ ഇത് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ പഠിക്കും. ഡിഗ്രിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതലൊക്കെ പഠിക്കും. ഞാനിപ്പോൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്കതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാകത്തില്ല. കാര്യം സ്ട്രെസ്ഡ് സിലബിൾ, അൺസ്ട്രെസ്ഡ് സിലബിൾ എന്നൊക്കെ പറഞ്ഞ് കുറേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ബേസിക് കാര്യങ്ങൾ. അതറിയാമെങ്കിൽ മാത്രമേ എന്താണ് സ്ട്രെസ്ഡ്, എന്താണ് അൺസ്ട്രെസ്ഡ് എന്നൊക്കെ പറയാൻ പറ്റൂ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുന്ന ഒരു മീറ്ററാണ്. ഈ മീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു അൺസ്ട്രെസ്ഡ് സിലബിളും പിന്നീട് ഒരു സ്ട്രെസ്ഡ് സിലബിളും ഇങ്ങനെ വരുന്ന 5 എണ്ണം ചേർന്നതാണ്. അതായത് ഒരു അൺസ്ട്രെസ്ഡ് സിലബിളും ഒരു സ്ട്രെസ്ഡ് സിലബിളും. അപ്പോൾ 2 എണ്ണമായേ, അങ്ങനെയുള്ള 5 എണ്ണം, അങ്ങനെ മൊത്തം 10 എണ്ണമാണ് ഉണ്ടാവുക. ഒരെണ്ണം സ്ട്രെസ്ഡ് സിലബിൾ ആണെങ്കിൽ അടുത്തത് അൺസ്ട്രെസ്ഡ് ആയിരിക്കും. അങ്ങനെ അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്, അൺസ്ട്രെസ്ഡ്, സ്ട്രെസ്ഡ്, അങ്ങനെയുള്ള 5 എണ്ണം. അതാണ് അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും പഠിക്കാനില്ല. നിങ്ങൾ ജസ്റ്റ് ഇത് അയാംബിക് പെൻറ്റാമീറ്ററിലാണെന്നും ബ്ലാങ്ക് വേഴ്സ് ആണെന്നും മാത്രം ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അത് നമ്മൾ പോയറ്റിക് അപ്രീസിയേഷൻ്റെ സമയത്ത് നോട്ട്സിലൂടെ അത് തരാം. ഇനി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഗ്ലോബ് തിയേറ്ററിനെ പറ്റിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ മക്കളെ, ദ ഗ്ലോബ് തിയേറ്റർ ബിൽറ്റ് ഇൻ 1599. ഇതൊക്കെ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെയും സെറ്റിൻ്റെയും നെറ്റിൻ്റെയും ഒക്കെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഗ്ലോബ് തിയേറ്റർ ബിൽറ്റ് ഇൻ 1599, 1599 പണി കഴിപ്പിച്ച ഗ്ലോബ് തിയേറ്റർ എന്ന് പറയുന്നത് ഷേക്സ്പിയറിയൻ പ്ലേസൊക്കെ നടന്നിരുന്ന, അരങ്ങേറിയിരുന്ന തിയേറ്ററാണ്. ലണ്ടനിലെ ഫേമസ് തിയേറ്ററാണ് ഗ്ലോബ് തിയേറ്റർ കേട്ടോ. വാസ് ദ ബെസ്റ്റ് നോൺ ലണ്ടൻ തിയേറ്റർ ഇൻ ഷേക്സ്പിയർസ് ടൈം. ഉണ്ടോ, ഷേക്സ്പിയറിൻ്റെ ടൈമിലുള്ള ബെസ്റ്റ് നോൺ ലണ്ടൻ തിയേറ്ററാണ് ഏത്? ഗ്ലോബ് തിയേറ്റർ എന്ന് പറയുന്നത്. മെയിൻ ഓഫ് ഹിസ് പ്ലേസ് സച്ച് എസ് റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഹാംലെറ്റ് ആൻഡ് മാക്ബത്ത് വേർ സ്റ്റേജ് ദെയർ. ഏതൊക്കെയാണ്? റോമിയോ ജൂലിയറ്റും ഹാംലെറ്റും മാക്ബത്തും ഒക്കെ അവിടെയാണ് അരങ്ങേറിയിരുന്നത്. ഡിസ്ട്രോയിഡ് ഇൻ എ ഫയർ ഇൻ 1613, 1613 അദ്ദേഹത്തിൻ്റെ ഗ്ലോബ് തിയേറ്റർ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ അരങ്ങേറിയിരുന്ന ഗ്ലോബ് തിയേറ്റർ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ല കേട്ടോ. അതെന്ത് ചെയ്യുന്നു? ഫയറിൽ കത്തി നശിക്കുന്നു. ദ ഗ്ലോബ് തിയേറ്റർ റീബിൽഡ് ഇൻ 1614, പിറ്റേ കൊല്ലം തന്നെ അത് എന്തും ചെയ്തു? റീബിൽഡും ചെയ്തു. In 1997, a replica of the globe was constructed near the original site and Shakespearean plays continue to be staged there. കണ്ട 97 അതിൻ്റെ അതേ രൂപത്തിൽ, ഗ്ലോബിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു റെപ്ലിക്ക എന്ന് വെച്ചാൽ അതിൻ്റെ സെയിം ഛായ ഉള്ള ഒരെണ്ണം അവിടെ പണിഞ്ഞു. അതിനടുത്ത് തന്നെ പണിഞ്ഞു. ഇപ്പോഴും ഒറിജിനൽ സൈറ്റിൽ തന്നെ പണിഞ്ഞു. ഇപ്പോഴും ഷേക്സ്പിയറിയൻ പ്ലേസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേ ചെയ്യുന്നുണ്ട്. ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ നോട്ട് ഫോർ ദി ഏജ് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു കാലഘട്ടത്തിൽ മാത്രമുള്ള ഒരാളല്ല ഷേക്സ്പിയർ, കാലത്തിനും അപ്പുറത്താണ് ഷേക്സ്പിയർ. അദ്ദേഹത്തിൻ്റെ കൃതികളെന്ന് പറഞ്ഞാൽ സ്റ്റുഡ് ദി ടെസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കേട്ടോ. എല്ലാ കാലത്തും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നമുക്ക് വായിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, നല്ല നല്ല പ്രൊഫസർമാരൊക്കെ വന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ലോകത്ത് തന്നെയാണ്. ഇന്നും നമ്മൾക്ക് അത്ഭുതമാണ്, ഇത്രയും മനോഹരമായ ഇമാജിനേഷനും ഒക്കെ ലാംഗ്വേജും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ മക്കളെ. ഇത് നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു സ്പീച്ച് തന്നെയാണ്. അപ്പോൾ ഇത് പഠിക്കുക. ഇനി ഇതിൻ്റെ ഒരു പോയറ്റിക് അപ്രീസിയേഷനും കുറച്ച് ആക്ടിവിറ്റീസുമാണ് ഉള്ളത്. അതൊട്ടും വൈകാതെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. പിന്നെ മറക്കല്ലേ, വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.